യുവയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൊട പിടിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ആരിഫ് ഹുസൈൻ്റെ ഇസ്രായേൽ യാത്ര അതുപോലെയാണ്. ജൂതന്മാരെ സ്നേഹിച്ച് ജൂതന്മാരെ നേരിട്ട് കണ്ടപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്നറിയാത്ത പോലെയാണ് ആരിഫ് ഹുസൈൻ്റെ ഷോർട്സുകളൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കണ്ടു ഈ ജൂതന്മാർ ഒളു കൊടുക്കുന്നത് അതുപോലും പിന്നെ മുസ്ലിങ്ങൾ കോപ്പി അടിച്ചാന്ന് പറഞ്ഞിട്ടുള്ള അതെ ജൂതന്മാർ ഒതുകൊടുക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഇത് അതെ കണ്ടിരുന്നു അതെ ഇതൊക്കെ. അതെ അതെ. കാക്കാമാര് കോപ്പി അടിച്ച വേറെ സാധനം കൂടി ഞാൻ കാണിച്ചു തരാൻ പോണി. കണ്ടാ നിങ്ങൾ ഞെട്ടും. വേറൊന്നുമല്ല, നമ്മളുടെ ഒതു എടുക്കുന്ന സാധനം. അതായത് ജൂതന്മാര് പ്രാർത്ഥിക്കാൻ പോണതിന് മുന്നേ ഒതു എടുക്കാണ്. ഇതെങ്കിലും ഒന്ന് കോപ്പി അടിക്കാതെ നിന്നോട് എന്റെ പൊന്നു കാക്കാമാരെ. ഇതെന്തൊരു കഷ്ടം നോക്കിയേ. പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. അപ്പൊ ഇത് ഇയാളെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാലൊരു നമ്മൾ മണ്ടന്മാർ ലണ്ടനിൽ എന്നൊക്കെ പറഞ്ഞ മാതിരി ഈ ചങ്ങായി അവിടെ പോയിട്ട് എന്തൊക്കെ കുഞ്ഞാപ്പുത്തര കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് പറയേണ്ടത്? എന്തോ ഇതെന്ന് വെച്ചാല് ഒരു അനുരാഗാത്മകമായ ഭ്രമം ബാധിച്ചിട്ട് ഈ ജൂതന്മാരെന്തോ വലിയ സംഭവമാണ് എന്ന് വെച്ചാൽ അവരങ്ങോട്ട് ആരാധിക്കുക, അവരോടുള്ള ഒരു കൂറ് കാണിക്കുക, അതിലൊക്കെ അങ്ങോട്ട് അഭിരമിക്കണം മൂപ്പര്. എന്നിട്ട് ഇപ്പൊ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വുളു ജൂതന്മാര് ചെയ്യുന്നു എന്നുള്ളതാണ്. വുളു ജൂതന്മാര് ചെയ്യുന്നു, അത് കോപ്പി അടിച്ചതാണ്. അപ്പോൾ വലിയൊരു കാര്യമായി കണ്ടാൽ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ജൂതന്മാരെ കുറിച്ച് ഒരു ബേസിക് ധാരണ പോലും ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നത്. അതെ ജൂതന്മാര് പറഞ്ഞില്ല, അവര് ആഴ്ചയിലെ മുസ്ലിങ്ങളെ പോലെ ഒരുമിച്ച് അവരുടെ സിനഗോഗിൽ ഒരുമിച്ച് കൂടുന്നതാണ്. അവിടെ കുത്തുബ പോലെ അവിടെ പ്രഭാഷണം ഉത്ബോധനം ഉണ്ട്. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അവര് തലയിൽ തൊപ്പി വെക്കുന്നുണ്ട്. അതെ അപ്പോൾ ഇനി അത് മുസ്ലിങ്ങൾ പിന്നെ അതിന് നീളം കൂട്ടി കോപ്പി അടിച്ചാന്ന് പറയും. അവര് താടി വെക്കുന്നുണ്ട്. അപ്പൊ താടി വെച്ച് ജൂതന്മാരൊന്ന് കോപ്പി അടിച്ചാന്ന് പറയും. അപ്പൊ അവർക്ക് ഹലാലിന് പകരം കോശറുണ്ട്. അപ്പൊ അതും നമ്മൾ കോപ്പി അടിച്ചാന്ന് പറയും. അപ്പോൾ ഈ രൂപത്തിൽ സ്വാഭാവികമായിട്ടും എബ്രഹാമിക് റിലീജിയനിൽ ഉണ്ടായി വരുന്ന ഈ സെമിറ്റിക് മതങ്ങളിലെ സാമ്യതകളുണ്ട്. കാരണം ഇതെല്ലാം ഒരു പ്രവാചക പരമ്പരയിൽ ഉണ്ടായി വന്നതാണ്. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിവരം പോലും ഇല്ലാതെ ജൂതന്മാരെ കണ്ടപ്പോൾ ഉണ്ടാവുന്ന ഒരു ഭ്രമം, അതാണ് നമ്മളിതിൽ കാണുന്നത് ശരിക്ക് അല്ലേ? അതെ അതെ, തീർച്ചയായും. ഇവിടെ അദ്ദേഹം ഒരു ജൂതന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത്രയും തങ്കക്കുടമായ ആളുകളെയാണ് നിങ്ങൾ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ബൈബിള് അല്ലെങ്കിൽ ഈ പറയുന്ന ജൂതന്റെ തോറ എടുത്തു നോക്കിയാൽ അതിൽ വംശഹത്യയും അതേപോലെ തന്നെ പിഞ്ചു മക്കളെ പോലും കൊല്ലണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കൽപ്പനകൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഇസ്ലാം വിശ്വസിച്ചാൽ ഒരാൾ പ്രശ്നക്കാരനാണ്. ഇസ്ലാം വിശ്വസിച്ചാൽ, കാരണം ഇസ്ലാമിൽ ഇതൊന്നുമില്ല, ഇസ്ലാമിൽ എവിടെയും സിവിലിയൻസിനെ കൊല്ലാൻ വേണ്ടി പറയുന്നില്ല. പക്ഷെ ഇതൊന്നും ഇല്ല എങ്കിൽ പോലും മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ്, കാരണം അവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് പ്രശ്നക്കാരാണെന്ന് പറയുന്ന അതേ ആളാണ് അവിടെ പോയിട്ട് ജൂതന്മാരെ കുറിച്ച്, അതും ഈ വിഷയത്തിലൊക്കെ വിവരമുള്ള, കാരണം അറിയാത്തൊരു സാധാരണക്കാരാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നെങ്കിലും പറയാം, ഇതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു എന്നുള്ളത്. അപ്പം ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റമാണ് ഇതിൽ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ പല സാമ്യതകളും കാണാൻ പറ്റും. ഈ സാമ്യതകൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇയാളിത് പറയുന്നത് വെച്ചാൽ ജൂതന്മാർ വൂതു കൊടുക്കുന്നു കണ്ടാൽ മുസ്ലിങ്ങൾ ആകെ ഞെട്ടുന്നാണ്. എന്താണ് ഈ ഞെട്ടാൻ? എന്ന് വെച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ വിശ്വസിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം, മോസസ് എന്ന് പറയുന്ന ആ മൂസാ നബിയുടെ പിന്നെ അധ്യാപനങ്ങളിൽ വിശ്വസിച്ച ഒരു വിഭാഗം. ആ മോസസിന് ശേഷമുള്ള പ്രവാചകന്മാർ ഇങ്ങനെ വരുന്നു, അതിനുശേഷം ജീസസ് വരുന്നു. ജീസസിൽ വിശ്വസിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഈ ജൂതന്മാരിൽ തന്നെ പെട്ട ആളുകൾ എന്ത് ചെയ്തു? ജീസസിൽ വിശ്വസിച്ചു, അതായത് യേശുവിൽ വിശ്വസിച്ചു, ഈസാ നബിയിൽ വിശ്വസിച്ചു. ആ വിശ്വസിച്ച ആളുകൾ അവര് ഇതിന്റെ തുടർച്ച അവകാശപ്പെടുന്നു. അവർ മുസ്ലിമായി മാറാണ്. അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. അതായത് ദൈവം തമ്പുരാൻ, സൃഷ്ടാവായ ഏകദൈവം പല പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചക ശൃംഖലയിലുള്ള ആളുകളാണ് ഇവരെല്ലാം. അവരെല്ലാവരും ഏക സൃഷ്ടാവിന്റെ സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഒരേ സൃഷ്ടാവിൽ നിന്നുള്ള സന്ദേശങ്ങളാകുമ്പോൾ അതിൽ സിമിലാരിറ്റി ഇല്ലെങ്കിൽ എന്ത് പറയാം? അതാണ് പ്രശ്നം. സിമിലാരിറ്റി ഇല്ലെങ്കിൽ അവിടെ ഒരു കണ്ടിന്യൂറ്റി പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ്. കണ്ടിന്യൂറ്റി ഉണ്ടെന്നല്ല. ഇപ്പോൾ വേറൊരു ഷോർട്സിൽ പറയുന്നത്, പിന്നെ ചരിത്രത്തിലേക്ക് അധികം പോകണ്ട, ഖുർആൻ കുഴിച്ച് നോക്കിയാൽ അപ്പോഴും ജൂതനാണ് ആദ്യം എന്ന് മനസ്സിലാവുന്നതാണ്. നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ പിന്നെ ഫലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ഷാമിൻ്റെ ഏരിയയിൽ പോകുന്നുണ്ട്. ഇസ്ഹാക്ക് നബി അലൈഹിസ്സലാം അവിടെ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന പരമ്പരകൾ, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സംഭവങ്ങൾ നടക്കുന്ന അവിടെ. പിന്നീട് അത് ഈജിപ്തിലേക്ക് പോവാണ്. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം അവരെ കൂട്ടി തിരിച്ചു വരുന്നുണ്ട്, കിടക്കുന്നില്ല. പിന്നീട് ഇവിടെ പിന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം
താലൂത്തുമായിട്ട് ഈ പിന്നെ ജാലൂത്തിനോട് ഇല്ല. യുദ്ധം ചെയ്യുന്നത് താലൂത്തിന്റെ സൈന്യത്തിനൊക്കെ ഫലസ്തീനിൽ നടക്കുന്നതാണ്. ഇവരൊക്കെ നമ്മളെ പ്രവാചകന്മാർ, നമ്മൾ വിശ്വസിക്കുന്ന പ്രവാചകന്മാർ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു ജനതയാണ്. അത് കഴിഞ്ഞ് വരുന്ന പിന്നെ യഹിയ നബി അലൈഹി സ്വലാം, സക്കരിയ നബി അലൈഹി സ്വലാം, മറിയം ബീവിന്റെ സംഭവങ്ങൾ നടക്കുന്നത്, ജീസസ് ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത്, എല്ലാം ഇവിടെയാണ്. ഇതൊക്കെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന, മുസ്ലിങ്ങളെല്ലാവരും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ വിശ്വസിക്കുന്ന ഫലസ്തീന്റെ മണ്ണിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവരിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ഒരു കൂട്ടർ അവിടെ ഉണ്ടായി, വിശ്വസിക്കാത്ത കൂട്ടരുണ്ടായി. അവിടുന്ന് തുടങ്ങുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. എനിക്ക് അത് തോന്നുന്നു ഇതേ വിഷയം മുമ്പ് രവിചന്ദ്രൻ ഇതൊരു ഡിബേറ്റിലാന്ന് തോന്നുന്നു. ഷുഹൈബ് അത്മീരുള്ള ഡിബേറ്റിൽ ഇതേപോലെ ഒരു അജ്ഞത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത്. കാരണം മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും പ്രവാചകന്മാരെയും മുമ്പുള്ള പ്രവാചകന്മാരെയൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന രീതിയിൽ കലിമയുടെ വിഷയം പറയുന്നു. കലിമയുടെ അതായത് വിഷയം പറയുന്നത്. നിങ്ങൾ യേശുവിലും അതുപോലെ തന്നെ മോസസിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ലല്ലോ പറയേണ്ടത്, എല്ലാ പ്രവാചകന്മാരെയും പറയേണ്ടതുള്ളത്. അപ്പൊ ഇവർക്കിത് ബേസിക്കലി അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങൾ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല. അതായത് ജീസസിൽ വിശ്വസിക്കാതെ ഞങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല, മോസസിൽ വിശ്വസിക്കാതെ ഞങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഇവർ പറയുന്ന കുറേ അട്ടർ ബ്ലണ്ടറായ കാര്യങ്ങൾ വളരെ കോൺഫിഡൻസോട് പറയുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒന്ന് മുമ്പേ ഉണ്ടായത് ജൂതന്മാരാണ്, അതേപോലെ ഖുർആനിലടക്കം ഇസ്രയേൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ വംശഹത്യ ന്യായീകരിക്കാൻ വേണ്ടി പറയാണ് ഖുർആനിൽ തന്നെ ഇസ്രയേൽ എന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുസ്ലിം ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പം ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അവിടേക്ക് ഒരുപാട് പ്രവാചകന്മാരുടെ തുടർച്ചയായി മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ടുണ്ട്. ആ ജനതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരുണ്ടായിരുന്നു. അതിനുശേഷം ഈസാ നബി വന്നപ്പോൾ ആ ഈസാ നബിയിൽ വിശ്വസിച്ചവരുണ്ടായിരുന്നു, വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. അതായത് ഈ ഇസ്രായേല്യരിൽ തന്നെ ശരിക്കും മനസ്സിലാക്കണം, അതായത് ഈ തുടർച്ചയിൽ ഇസ്രായേല്യരിൽ തന്നെ ജീസസിൽ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാം വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചത് അന്നത്തെ ജൂതന്മാരാണ്. അപ്പം ഈ ഇസ്രായേല്യരിൽ, അതായത് ഖുർആൻ പറയുന്ന ഈ ഇസ്രായേല്യരിൽ ഒരു വിഭാഗം എന്ത് ചെയ്തു, ഈ ഈസാ നബിയെ വ്യഭിചാരപുത്രൻ, ജീസസിനെ വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചു. അതാണ് നമ്മൾ ഈ പറയുന്ന ജൂതന്മാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ എന്ത് ചെയ്തു, കുറെ ആളുകൾ ഈസാ നബി അലൈഹി സ്വലാം ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ചു. അതാണ് യേശുവിന്റെ അനുയായികളായിട്ട് മാറിയത്, യേശുവിനെ എതിരാളികളായി മാറി. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ അതിനുശേഷം മുന്നോട്ട് പോകുമ്പം ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സൊസൈറ്റി തന്നെ എന്ത് ചെയ്തു, പിന്നെയും വേറെ ആകുന്നു. അതായത് ഈസാ നബി പ്രവാചകനാണ്, പൗലോസിന്റെ ആ ഒരു പിന്നെ ചില ഇടപെടലുകൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു തലത്തിലേക്ക് പോകുന്നു, ദൈവപുത്രനാക്കുന്നു. അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നു. അതിനുശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായിട്ട് വരുന്നത്. അതിൽ തന്നെ ഈ ജനവിഭാഗത്തെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരുണ്ട്. ഇതൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള വിശ്വസിക്കുന്നു. ചില ആൾ പ്രവാചകൻ വരുമ്പോൾ വിശ്വസിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നു, വേറൊരു പ്രവാചകൻ വരുന്നു, അതിൽ കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നു, കുറച്ച് ആൾക്കാർ അവിശ്വസിക്കുന്നു. അതിനുശേഷം മുഹമ്മദ് നബി വരുന്നു. ഇത് എല്ലാ സൊസൈറ്റിയിലും എന്നതുപോലെ നടന്നൊരു സൊസൈറ്റിയാണെന്ത് ഇസ്രായേൽ സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിയർ എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റിയുടെ വിഷയം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സൂറത്തുൽ അഹ്കാഫിലാണെന്ന് തോന്നുന്നു 9-ാമത്തെ വചനം. അത് പ്രവാചകനെ കുറിച്ച് പറയുന്നത്, താങ്കൾ പ്രവാചകന്മാരിൽ പുതിയ ഒരാളല്ല, താങ്കൾ മുമ്പുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതേപോലെ ഖുർആനിൽ മറ്റൊരിടത്ത് കാണാൻ കഴിയും, നിങ്ങൾക്ക് നാം നോമ്പ് ഫാസ്റ്റിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിന് നിർബന്ധമാക്കിയതുപോലെ. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം ഖുർആൻ പറയുന്ന ക്ലെയിമുകളെ സാധൂകരിക്കുന്നതാണ്. അപ്പം ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങൾ മുമ്പുള്ള സമൂഹങ്ങളിൽ ഉണ്ട് എന്നുള്ളത് എന്താണ് ഇസ്ലാമിന്റെ സത്യത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ വിഷയത്തിൽ നമ്മൾ പൊതുവെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് അവർക്ക് കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളത്. കാരണം ജൂതന്മാർ പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസമാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തിയോളജിയാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുള്ള ആർഗ്യുമെന്റ് ആണ് യേശു ക്രിസ്തു ചേലാകർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം കണ്ടിന്യൂറ്റി അവർക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു മതം ഇതിന്റെ ബാക്കി പത്രമാണ് എന്ന് അവകാശപ്പെടുമ്പോൾ, ഒരേ ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് അവകാശപ്പെടുമ്പോൾ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിലാണ് ഇത് പ്രശ്നമാകുന്നത്. കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നത് തന്നെ സത്യസന്ധത ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ കോപ്പി അടിച്ചു എന്നുള്ള വാദം, ഒരേ ദൈവമാണ് പറഞ്ഞത്, ദൈവത്തിന്റെ അടുത്ത് തന്നെ, ഞാൻ എൻ്റെ അടുത്ത് തന്നെ കോപ്പി അടിക്കുന്നു എന്ന് പറയുന്നത് പോലെ ബാലിശമായ വാദവും കൂടിയാണ്. ശരിക്കും ആരിഫ് അവിടെ ഇസ്രായേലിൽ പോയിക്കൊണ്ട് ശരിക്കും ഇസ്ലാമിക വിശ്വാസത്തെ കണ്ടിന്യൂറ്റി ശക്തിപ്പെടുത്താൻ. ഇസ്ലാം എന്ന് പറയുന്നത് ഈ അബ്രഹാമിക് റിലീജിയൻ, ഇതിന്റെ തുടർച്ചയിൽ എല്ലാ തരത്തിലും ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നതാണ്, ആ തുടർച്ചയോട് ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ളതിന് തെളിവുകൾ അത് മാലോകരുടെ മുമ്പിൽ അറിയിച്ചതിന് ഒരു നന്ദി വേണമെങ്കിൽ പറയാം. വേറെ ഉപകാരം ഒന്നും കൊണ്ടില്ല. ആരിഫ് ശരിക്കും ഒരു അല്പനെ പോലെ പെരുമാറുന്ന ഒരു ജൂതന്റെ അടുത്ത് പോയി ഒരു ലേസ് ഒക്കെ വാങ്ങി തന്നിട്ട് ഒരു എന്തോ അരാമിക് ഭാഷയിൽ എന്തോ പറഞ്ഞിട്ട് ലേസ് കൊടുത്തുകൊണ്ട് നല്ല ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ഞാൻ ഇനി മുതൽ ജൂതനായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി പിന്നെ നിന്നെ സിനിമയിലെടുത്തു എന്നൊക്കെ പറയണ പോലെ അവരാരെങ്കിലും പറഞ്ഞോന്നറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ജൂതന്മാരിലേക്ക് അങ്ങനെ
കൺവേർഷൻ കൺവേർഷൻ ഇല്ല എന്നുള്ളതാണ്. അത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്ക് വ്യത്യസ്ത സെറ്റ്സിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പിന്നെ ചില ആളുകൾ ആരിഫിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുണ്ടാവും. രണ്ടാം തരക്കാരായിട്ടൊക്കെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ അങ്ങനെ ഒരു അതായാലും മതി. അതായത് അടിമയായിട്ടാണെങ്കിലും എടുത്താൽ മതി എന്നുള്ളത്. ജൂതന്മാരതിൽ ഒരു ലോവർ കാസ്റ്റ്. അതെ. അതെ അതെ. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ അവർക്ക് മദറിലൂടെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ജീൻസ് വേണം, ഫാമിലി, അത് ആൻസസ്ട്രി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇസ്ലാമിന്റെ തുടക്കം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിനെ കുറിച്ച് കുറച്ചൊന്നും പഠിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മുശ്രിക്കുകളുമായിട്ട് ഇതാക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകത്വം അതുപോലുള്ള കാര്യങ്ങളോട് അത്ര ഫെമിലിയാരിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഏകദൈവ വിശ്വാസം വലിയ രൂപത്തിൽ പഠിപ്പിക്കുകയും പ്രവാചകത്വം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. ശേഷം മദീനയിലേക്ക് പോകുമ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരായിരുന്നു. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകനെ പെട്ടെന്ന് തിരിച്ചറിയാൻ തന്നെ കാരണം ഈ എന്നുവെച്ചാൽ ഇൻഫർമേഷൻ അത് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല അവർക്ക് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഖുറാനിൽ തന്നെ യരിഫൂനഹു കമാ യരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ തിരിച്ചറിയുന്നത് പോലെ എന്ത് ചെയ്തിട്ടുണ്ട് ജൂതന്മാര് പ്രവാചകനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഈ സിമിലാരിറ്റി ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അതായത് അവർ പഠിച്ച മതം, അവർ ദൈവത്തിൽ നിന്ന് പഠിച്ച മതം, ഏകദൈവത്തിൽ നിന്ന് പഠിച്ച മതം, അതിൻ്റെ തുടർച്ച ഒരു പ്രവാചകൻ വരും എന്ന് അവരുടെ ഗ്രന്ഥത്തിലുണ്ട്. ആ പ്രവാചകനെ കുറിച്ചുള്ള കുറേ പിന്നെ പ്രവചനങ്ങൾ റസൂലിലൂടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് റസൂലിനെ കാണുമ്പോൾ ജൂതന്മാർക്ക് എന്ത് ചെയ്യും? സ്വന്തം മക്കളെ മനസ്സിലാകുന്നത് പോലെ എന്ത് ചെയ്യും? മനസ്സിലാകും എന്നാണ് നമുക്ക്. അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന റബ്ബൈ, പേര് ഞാൻ ഓർക്കുന്നില്ല, ആ റബ്ബൈ എന്ത് ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് അവരുടെ ആ മദീനയിൽ ഉണ്ടായിരുന്ന റബ്ബൈ, ജൂത റബ്ബി ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താണെന്ന് ചോദിച്ചാൽ, ഈവൻ അതിനേക്കാൾ എന്ന് വേണമെങ്കിൽ ഞാൻ ഉപയോഗിക്കും എന്നാണ്. അതായത് സ്വന്തം മകനെ തിരിച്ചറിയുന്നതിനേക്കാൾ റസൂലിനെ ഞങ്ങൾ തിരിച്ചറിയുന്ന ഉപയോഗിക്കും. സൽമാൻ ഫാരിസിന്റെ കൺവേർഷൻ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിന്നാണ് പ്രവാചകനെ തിരിച്ചറിയാനുള്ള അടയാളം പഠിച്ചിട്ട് വരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അടയാളത്തിൽ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ക്രിസ്ത്യൻ റബ്ബിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല റസൂലിന്റെ പ്രവാചകത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ജൂത റബ്ബിനെ കാണുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ജൂത റബ്ബിമാരും അതുപോലെ തന്നെ മുമ്പ് തോറ പഠിച്ച ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇഞ്ചീൽ പഠിച്ച ക്രൈസ്തവ പാതിരിമാർക്കും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രവാചകത്വത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതും റസൂലിന്റെ പ്രവാചകത്തിന് മുമ്പേ ഉള്ള യാത്രയെക്കുറിച്ചുള്ള സീറയിലും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒരു ക്രൈസ്തവ പാതിരിയാണെന്നാണ് എൻ്റെ ഓർമ്മ, റസൂലിനെ തിരിച്ചയച്ച, അതായത് ഒരു കച്ചവട സംഘത്തിന് തിരിച്ചയച്ച കാര്യമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ആ പിന്നെ ഏകദൈവത്തിൽ നിന്നുള്ള തുടർച്ചയായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ സിമിലാരിറ്റി ഉള്ളത്. മാത്രമല്ല മദീനയിലേക്ക് പോയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി അവിടെ ജൂതന്മാരുമായിട്ടുള്ള സിമിലാരിറ്റികൾ അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഏതുവരെയും ചോദിച്ചാൽ ആദ്യ കാലഘട്ടത്തിലുള്ള ഖിബില ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു എന്നുള്ളത് അവരെ സന്തോഷിപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ജൂതന്മാരും മുസ്ലിങ്ങളും ഒരേ ഖിബിലയിലേക്ക് ഒരുമിച്ച് പിന്നെ മുന്നിട്ട് നിൽക്കുന്നതും അതേപോലെ തന്നെ അവരുമായിട്ട് എല്ലാ നിലക്കുള്ള സിമിലാരിറ്റി ഉണ്ടായിരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ആ സിമിലാരിറ്റി കാരണം അവരിൽ ചില ആളുകൾ എന്താണ് മുനാഫിക്കുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഖിബില മാറ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നതും അതിന് തുടർന്നുണ്ടാകുന്ന വെച്ചാൽ നേരെ തിരിയാണ്. എന്നുവെച്ചാൽ ഒന്ന് ബൈത്തുൽ മുഖദ്ദസ് അങ്ങോട്ടേക്കും കഅബ ഇങ്ങോട്ടേക്കും എന്നുള്ള ആൾക്ക് നേരെ പുറംതിരിയുന്ന ഒരു അവസ്ഥയും അങ്ങനെ ഒരു സെപ്പറേഷൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഈ പറയുന്ന ബൈബിളിക്കൽ സ്റ്റോറീസ് ഒക്കെ വരുന്നത് ആക്ച്വലി മക്ക കാലഘട്ടത്തിൽ തന്നെയാണ്. കാരണം മക്ക കാലഘട്ടത്തിൽ അത് വരുന്നുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. കാരണം മദീനയിൽ എത്തിയതിന് ശേഷമല്ല മക്കയിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരൊന്നും ഇല്ലാത്ത ഒരു സർക്കംസ്റ്റൻസസിലാണ് ഈ കഥകൾ പറയുന്നത് എന്നുള്ളത് മുൻ പ്രവാചകന്മാരുടെ അത് ഇവരുടെ അടുത്തൊന്നും കോപ്പി അടിച്ചതല്ല എന്നുള്ളതിന്റെ കൂടി തെളിവായി വേണമെങ്കിൽ ഉദ്ധരിക്കാവുന്നതാണ്. അതേപോലെ വേറെ ഇൻസിഡൻസുകൾ നമുക്ക് കാണാൻ കഴിയും. അവർ ചോദ്യം ചോദിക്കുന്നത്, അഥവാ മദീനയിൽ നിന്ന് ആളുകൾ, അത് മക്കയിലുള്ള ആളുകൾ മദീനയിലുള്ള ജൂതന്മാരെടുത്ത് ചോദിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് പറയാൻ മക്കയിലുള്ള ആളുകൾക്ക് അവസരമില്ലാത്തതുകൊണ്ട് അവർ ജൂതന്മാരെടുത്ത് പോവുകയും അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുകയും ആ ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയും ചെയ്യുന്ന സംഭവങ്ങൾ കാണാൻ കഴിയും. അതേപോലെ റബ്ബിമാരെ തന്നെ നേരിട്ട് വന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും എന്നിട്ട് പറയുന്നുണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നത് ഒരു പ്രവാചകന് മാത്രമാണെന്ന് പറയുകയും അദ്ദേഹം മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കാണാൻ കഴിയും. ഇതിന് പൊതുവെ ഒരു വിമർശനം വരാറുണ്ട്, ആ റബ്ബി പ്രവാചകനല്ലല്ലോ, എന്നിട്ട് റബ്ബിക്ക് അറിയാലോ എന്നുള്ളത്. അത് ചെറുതായിട്ടൊന്ന് ഇവർക്കില്ലാത്തായിരിക്കാം, ബുദ്ധി ഒന്ന് ഉപയോഗിച്ചാൽ മതി. കാരണം റബ്ബിമാരെ സംബന്ധിച്ചിടത്തോളം അവരിതെല്ലാം പഠിച്ച് അറിയുന്ന ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരാൾ അറിയുക എന്നതിൻ്റെ കേസാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അറിയുമെങ്കിൽ പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രവാചകത്വമാണ്. അല്ലാതെ വേറെ ആർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന പഠിച്ച ഇതിൽ ഹീബ്രു മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പെർട്ടായി പഠിച്ച ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് അറിയാം.
പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത ഒരാൾക്ക് ഇത് അറിയാനുള്ള ഒരേ ഒരു വഴി അദ്ദേഹം പ്രവാചകനാവുക എന്നുള്ളതാണ്. യെസ്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്രസയിലെങ്കിലും പോയി പഠിച്ച ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പ്രവാചകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതും അതിൽ അബ്രഹാമിക് റിലീജിയൻസിൽ അല്ലെങ്കിൽ ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ സിമിലാരിറ്റീസ് ആണ് ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈവൻ ഏതുവരെ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, ക്രൈസ്തവതയെ നമ്മൾ ഈ ഒരു കണ്ടിന്യൂറ്റിയിൽ ഇല്ല എന്ന് അവരെ വിമർശിക്കുന്നത് പോലും ഈ സിമിലാരിറ്റീസ് കുറവായതുകൊണ്ടാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം ഒരു മധ്യമ നിലപാട് എന്ന ഉമ്മത്തൻ വസത്തൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ശരിക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് ഈ റിച്വൽസിന് പ്രാധാന്യം കൊടുക്കുകയും വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും മാത്രം ചെയ്യുന്ന ഒരു ജൂതന്മാരൊരു ഭാഗത്തും, മറുഭാഗത്ത് ഈ വിശ്വാസം മതി എന്നുവെച്ചാൽ യേശുവിലുള്ള വിശ്വാസം മതി, റിച്വൽസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ എടുത്തു കളപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ക്രൈസ്തവർ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അല്ല, വിശ്വാസവും വേണം റിച്വൽസും വേണം എന്ന ഒരു മധ്യമ നിലപാട് ശരിക്കും പറഞ്ഞാൽ ജൂതന്മാരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നുള്ളൊരു മധ്യമ നിലപാടിലേക്ക് സമൂഹത്തെ കൊണ്ടുവരികയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ഉമ്മത്തം വസത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, വുളു ഒരുപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. മാത്രമല്ല രസം എന്താ ചോദിച്ചാൽ ഈ ചങ്ങായാണെന്ന് തോന്നുന്നുണ്ട് വുളു എടുക്കുമ്പോൾ വെള്ളം പാഴായും അതുകൊണ്ട് ഞാൻ മതം ഉപേക്ഷിക്കാണെന്ന് ഇയാളെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ജൂതന്മാർ വെള്ളം കളയുമ്പോൾ എന്തായാലും പ്രശ്നമില്ല, ജൂതന്മാർ ഹലാലിന് പകരം കോശറാകുമ്പോൾ പ്രശ്നമില്ല. അതൊക്കെ അധികാരമുള്ള, എല്ലാത്തിനും കഴിവുള്ള കൂട്ടക്കൊല ചെയ്താൽ കുഴപ്പമില്ല. കാരണം അവർ പരസ്പരം ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ട് മറ്റുള്ളവരെ കൊന്ന കുഴപ്പമില്ല. അപ്പൊ ഏതായാലും അല്ല, ഇതില് വേറൊരു വിമർശനം വരാൻ സാധ്യതയുള്ളത് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഇത് കോപ്പി അടിച്ചതല്ല നമ്മൾ പറയുന്നത് രണ്ടും ഒരേ ദൈവത്തിൽ നിന്ന് വന്നത് ആയതുകൊണ്ടാണ് എന്നുള്ളത്. അപ്പം അത് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യമല്ലേ, ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, അപ്പം ഞങ്ങളെ സംബന്ധിച്ചത് കോപ്പി അടിച്ചതല്ലേ എന്നൊരു ആരോപണം വന്നേക്കാം. എഗെയിൻ ആരിഫിന് ഇത് പറഞ്ഞാൽ മനസ്സിലാവാനുള്ള ബുദ്ധി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ബേസിക്കലി എന്താണ്, സർക്കുലർ ഫാലസി, ബേക്കിംഗ് ദ ക്വസ്റ്റ്യൻ ഫാലസി എന്ന് പറയും. ബേസിക്കലി നിങ്ങൾ അസ്യൂം ചെയ്യാണ് ഇസ്ലാം ശരിയല്ല, ഇസ്ലാം ശരിയല്ലാത്തതുകൊണ്ട് ഈ സിമിലാരിറ്റി വരാനുള്ള ഒരേ ഒരു സാധ്യത കോപ്പി അടിച്ചതാണ്, അതുകൊണ്ട് ഇസ്ലാം ശരിയല്ല. അത് ആദ്യം ഇസ്ലാം ശരിയല്ല അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം ശരിയല്ല എന്നുള്ള കൺക്ലൂഷൻ കിട്ടുന്നത്, വിച്ച് ഇസ് സർക്കുലർ ഫാലസി എന്നാണ് ഒരു വിമർശനം. ഇത് പൊതുവേ നമ്മൾ ഇവൻ്റെ ഓഡിയൻസിനോടും എല്ലാവരോടും പറയാറുണ്ട്. ആരിഫിനോട്ടേക്ക് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു വിമർശനം നമ്മൾ ഉന്നയിക്കുകയാണെങ്കിൽ, ഒരു വാദം ഒരാൾക്കെതിരെ ഒരു വിമർശനം നമ്മൾ ഉന്നയിക്കുകയാണെങ്കിൽ ആ വിമർശിക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ വേൾഡ് വ്യൂവിൽ നിന്ന് വേണം അതിന് വിമർശിക്കാൻ. അല്ലാതെ എൻ്റെ ശരിയല്ല, ഇപ്പം ഞാൻ പറയാണ് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബൈബിൾ ശരിയല്ല എന്ന് പറയുന്ന നടത്തില്ല. ബൈബിളിൽ പറഞ്ഞത് തന്നെ ഇന്റേണൽ കോൺട്രഡിക്ഷൻ, ഇന്റേണൽ ക്രിട്ടിക് എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിനെതിരെ ഒരാൾ വിമർശനം ഉന്നയിക്കുമ്പോൾ അയാൾ ഇസ്ലാം അസ്യൂം ചെയ്തിട്ടായിരിക്കണം വിമർശിക്കേണ്ടത്. അല്ല ഇസ്ലാം തെറ്റാണെന്ന് അസ്യൂം ചെയ്ത് വിമർശിച്ചാൽ അത് സർക്കുലർ ഫാലസി ആയിരിക്കും. അതേസമയത്ത് ഇസ്ലാമിന് അനുകൂലമായിട്ട് തെളിവ് കൊണ്ടുവരികയാണ്, പ്രവാചകത്തിനൊരു തെളിവ് ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ ആ കേസിൽ ഇസ്ലാം അസ്യൂം ചെയ്യാൻ പാടില്ല, അതും വെക്കുന്ന ക്വസ്റ്റ്യൻ ഫാലസി ആയിരിക്കും. അപ്പോൾ എതിരെ കൊണ്ടുവരുമ്പോൾ ഇസ്ലാം അസ്യൂം ചെയ്യുകയും ചെയ്യണം, അനുകൂലമായി കൊണ്ടുവരുമ്പോൾ ഇസ്ലാം അസ്യൂം ചെയ്യാൻ പാടില്ല. എന്താണ് നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെ നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല. സിമ്പിൾ കാര്യമാണ്. മാത്രമല്ല ഇതിൽ അതിനെയും നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ. അതായത് ബൈബിളിൻ്റെ കോപ്പിയടിയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ തോറയുടെ കോപ്പിയടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് തോറ അതേപോലെ പിന്നെ ദൈവം അവതരിപ്പിച്ച അതേപോലെ ഉണ്ട് എന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. മറിച്ച് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് ഖുർആൻ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നത്. മുൻ വേദങ്ങളിൽ മനുഷ്യന്മാർ കൈകടത്തി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതും അതിലേക്ക് കൂട്ടിച്ചേർത്തു, പലതും ഒഴിവാക്കി. അതുകൊണ്ട് പിന്നെ ജനങ്ങളെ, ലോകാവസാനം വരേക്കുള്ള ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾ ഈ പറഞ്ഞ കോപ്പിയടി എന്നുള്ളത് നിങ്ങളുടെ എല്ലാ അസംഷൻസും അതേപോലെ വെച്ച് പറയുകയാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഈ ബൈബിളിലോ അല്ലെങ്കിൽ തോറയിലോ പഴയ നിയമത്തിലോ ഒക്കെ ഉള്ള പല ഈ ചരിത്രപരമായ അത്ര കൃത്യമല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ ഖുർആനിൽ ഇല്ല എന്ന് മാത്രമല്ല അതിനെ തിരുത്തുന്ന പല കാര്യങ്ങളും നമുക്ക് പല സ്ഥലത്തും, ഇപ്പം ഫറോവ എന്ന് പറയുന്ന ടേമിൻ്റെ യൂസേജിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ തോറയിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എല്ലാ രാജാക്കന്മാരെയും ഫറോവ എന്ന് വിളിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഈജിപ്തിയോളജി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഫറോവ എന്ന് ഉപയോഗിക്കുന്നത്. യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഫറോവ എന്ന് യൂസ് ചെയ്തിട്ടില്ല. പിന്നീട് മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് ഫറോവ. അതേപോലെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത് എന്താ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും കാലഘട്ടത്തിൽ രാജാക്കന്മാരെ മലിക് എന്ന് വിശേഷിപ്പിക്കുകയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള രാജാവിനെ ഫറോവ എന്ന് ഫിർഔൻ എന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഡിസ്റ്റിങ്ഷൻ ശരിക്കും നമ്മളിപ്പം ഒരുപാട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കത് മനസ്സിലാവുകയാണ്. ഇന്ന ഒരു കാലഘട്ടം തൊട്ടാണ് ഫറോവ എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ പഴയ നിയമത്തിൽ എല്ലാവരും ഫറോവയാണ്. അപ്പോൾ ഇത് കോപ്പി അടിച്ചതാണെങ്കിൽ എല്ലാവരും ഫറോവമാരാവേണ്ടതായിരുന്നു. ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കോപ്പി അടിച്ചതാണെങ്കിൽ എല്ലാം
എന്താ തെറ്റുകളും കോപ്പി അടിക്കപ്പെടേണ്ടതായിരുന്നു. അതെ, ഈ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി പോലും പഠിച്ച അത് ഹീബ്രു ഇതൊന്നും പഠിച്ചാൽ പോരാ, ഈജിപ്ഷ്യൻ ഹിസ്റ്ററി കൂടി പഠിക്കണം, എങ്കിലേ മാത്രമേ ഉള്ളൂ ആ തെറ്റുകൾ ഒഴിവാക്കിയിട്ട് അതെ ഇത് അതെ പറയാൻ പറ്റുമെന്നുള്ളതാണ്. അതെ. ഇത് ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ള എവിഡൻസ് ആണ്. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും Yes. ഇസ്ലാമിനെതിരെ ഇത് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളത് തെളിയിക്കണം. അല്ലാതെ ഇസ്ലാം തെറ്റാണ് എന്ന് ആദ്യമേ അസ്യൂം ചെയ്തിട്ട് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. Yes. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുമ്പം ഈ രൂപത്തിൽ നമ്മൾ പിന്നെ ഒരു ഇസ്ലാം എന്താണ് എന്ന് ബേസിക്കലി മനസ്സിലായി. നേരത്തെ രവീന്ദ്രന്റെ കലിമ വിഷയത്തിലുള്ള ഒരു അജ്ഞത നമ്മൾ കണ്ടു. ആരിഫ് ഹുസൈൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒന്നും അറിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഒരു പ്രാഥമിക ധാരണ പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊണ്ടുവന്ന ഒരു പുതിയ മതമല്ല, മറിച്ച് നമ്മ സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യകുലത്തിൽ ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ ഇറക്കിയിട്ടുണ്ട്. ആ പ്രവാചകത്വത്തിന്റെ തുടർച്ചയുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ നിങ്ങൾ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാ നബിമാരിലും മോസസിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് മുസ്ലിം ആവാൻ പറ്റില്ല, ജീസസിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് മുസ്ലിം ആകാൻ പറ്റില്ല, അബ്രഹാം പിതാവിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് മുസ്ലിം ആകാൻ പറ്റില്ല. അവരെല്ലാവരും ദൈവത്തിന്റെ പ്രവാചകന്മാരാണ് എന്ന്, അവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തവരാണ് എന്ന് വിശ്വസിക്കാതെ നിങ്ങൾക്ക് മുസ്ലിം ആവാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം, ആ പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ആ ദിവ്യ സന്ദേശത്തിലേക്ക് ആണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അത് ജൂതന്മാർക്കെതിരായിട്ടുള്ള പുതിയ എന്തൊരു സാധനം എന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ പ്രവാചകന്മാരിൽ ഡീവിയേറ്റ് ചെയ്ത് പോയ അതിന്റെ Yes. ശേഷിപ്പുകൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. Yes. അതൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി അടിച്ചതല്ല, അതെല്ലാം ഈ കണ്ടിന്യൂറ്റിന്റെ ഭാഗമാണ്. ഏതായാലും ആരിഫിന് പിന്നെ കൂടുതൽ ഇസ്ലാമിന്റെ വിശ്വാസം ദൃഢപ്പെടുത്താനുള്ള കൂടുതൽ തെളിവുകൾ ഇസ്രായേലിൽ നിന്ന് ലഭിക്കട്ടെ കിട്ടട്ടെ എന്ന് എന്ന് പ്രാർത്ഥിക്കാം. ആശംസിക്കാം. അതേപോലെ തന്നെ ആരിഫ് കൂടുതൽ ഉയരങ്ങളിലേക്ക് എയറിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അസ്സലാമു അലൈക്കും. ഇസ്ലാം